ആ പോയം നമ്മൾ പഠിച്ചാണ് അല്ലേ? ഏതാണ്? എലിയും പൂച്ചയും. പേജ് നമ്പർ 67 അല്ലേ? ഒരു മാർജാരൻ വനഭുവി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല. പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവൂതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു പൂട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടു വിളിച്ചാനവനെ, പരവശനായി ഞാൻ മൂഷിക വീര. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. നമ്മൾ പഠിച്ചല്ലേ അത്? പാടി നോക്കിയ എല്ലാവരും? ആരും വായിച്ചു നോക്കിയില്ലേ മക്കളെ? വായിച്ചു നോക്കി മിസ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ പദം പരിചയപ്പെടാമെന്നുണ്ട്. കണ്ടു നിങ്ങളെ? 68 പേജ് നമ്പറില് ഫസ്റ്റ് മുകളിലത്തത് അല്ലേ? ഓക്കെ. അതില് നിഘണ്ടുവിൽ നോക്കി അത് എഴുതിയാലോ നമുക്ക്? ഏതാണ്? അരി. എന്താ അർത്ഥം? ശത്രു. അരി നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? അരി സാധാരണ നിങ്ങൾ കേൾക്കാറില്ല അരി. എന്താണ് അലൻ? അരിയുടെ മീനിങ് എന്താണ്? ആ, ചോറ് തിന്നുന്ന അരി അല്ലേ? അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? അരി ശത്രു എന്നാണ് അർത്ഥം. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടല്ലോ അരി. ഉണ്ടോ? ഓക്കെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏതിനും അരി ചോറുണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അത് അരി, അതും അരി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ വരരുത്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അരി ശത്രു. ഇവിടെ അർത്ഥം എന്താണ്? ശത്രു. എഴുതിയോ? അരി ശത്രു. ഉരിയാടുക. എന്താ അർത്ഥം ഉരിയാടുക? ബാക്കിൽ 78 പേജ് നമ്പറിൽ നോക്കി എഴുതിയേ. പേജിൽ നോക്കി എഴുതിയ, തെറ്റിക്കാതെ. ഉരിയാടുക, മിണ്ടുക. നെക്സ്റ്റ്, ഒരു കുറി, ഒരു തവണ. ഒരു കുറി, ഒരു തവണ. എന്താ നിഹാര? എന്തു പറ്റി? എന്താണ് നിഹാരയുടെ പ്രശ്നം? എന്താ മോളെ? കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ. അപ്പൊ നിഹാര കുറച്ചൊന്ന് ഇത് മാറിയിരുന്നു നോക്കിയേ. ഇപ്പൊ കേൾക്കും. ഒരു കുറി, ഒരു തവണ. നെക്സ്റ്റ് തരസ. തരസ പെട്ടെന്ന്. തരസ പെട്ടെന്ന്. പരവശൻ. എന്താർത്ഥം? ക്ഷീണിതൻ. പരവശൻ, ക്ഷീണിതൻ. എഴുതണേ, നോക്കി എഴുതിയേ. അടുത്തത് പെരുത്. പെരുത് വലുത്. പെരുത് വലുത്. പെരുത് വലുത്. പോട്. അടുത്തതെന്നാ? പോട്. പൊത്ത്. പൊത്ത്. മാർജാരൻ. ആരാ മാർജാരൻ? പൂച്ച. പൂച്ച. മാർജാരൻ പൂച്ച. മേല. വയ്യ. എനക്ക് മേല എന്ന് പറയില്ലേ? അതന്നെ, വയ്യ, കഴിയുന്നില്ല അർത്ഥം. അടുത്ത് മൂഷികൻ. മൂഷികൻ ആരാ? എലി. വനഭുവി. കാട്ടുപ്രദേശം. കാട്ടുപ്രദേശം. എഴുതണേ മക്കളെ. അടുത്തത് വലഞ്ഞു. ക്ഷീണിച്ചു. അടുത്തത് വിരണ്ടു. പരിഭ്രമിച്ചു. ലാസ്റ്റ് വൺ സരസത. സരസത രസത്തോടു കൂടി. രസത്തോട് കൂടി. ഓക്കെ, എഴുതുന്നുണ്ടോ എല്ലാവരും? ആ, ടെക്സ്റ്റിൽ എഴുതിയൊക്കെ അതിന്റെ നോട്ടിലൊക്കെ പ്രാർത്ഥന കേട്ടോ. മിസ് ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറേ തരാറുള്ളൂ. അർത്ഥം നിങ്ങൾ ഇത് നോക്കി നോട്ടിലേക്ക് പകർത്തി എഴുതണം.
ഇന്ന് ഞാൻ എലിയും പൂച്ചയും എന്നുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാരും എഴുതിയെടുത്തോ? എത്ര പേര് എഴുതി? ജോയൽ എഴുതി, അലൻ പി സാംസൺ എഴുതി. ഓക്കെ, പരുന്തും തന്നു. അപ്പൊ എല്ലാം എഴുതിയെടുക്കണേ. അതിന്റെ ഒക്കെ അർത്ഥവും ഉണ്ടാവണം നിങ്ങളുടെ നോട്ടില്. അപ്പോ നമ്മൾ ഇന്ന് എഴുതിയ അർത്ഥം എന്തൊക്കെയാ? അരി, ശത്രു, ഉരിയാടുക, മിണ്ടുക, ഒരു കുറി, ഒരു തവണ, തരസ, പെട്ടെന്ന്, പരവശൻ, ക്ഷീണിതൻ, പെരുത്, വലുത്, പോട്, പൊത്ത്, മാർജാരൻ, പൂച്ച, മേല, വയ്യ, മൂഷികൻ, എലി, വനഭുവി, കാട്ടുപ്രദേശം, വലഞ്ഞു, ക്ഷീണിച്ചു, വിരണ്ടു, പരിഭ്രമിച്ചു, സരസത, രസത്തോടു കൂടി. അത്രയാണ് അതിൽ വേർഡ് മീനിങ് ഉള്ളത്. എല്ലാവരും എഴുതിയെടുത്തുവല്ലോ? എഴുതി കഴിഞ്ഞിട്ടാണോ ഇരിക്കുന്നത് എല്ലാവരും? ഓക്കെ. അടുത്തത് നമുക്ക് എന്താണുള്ളത്? ഉത്തരം കണ്ടെത്തുകയാണ്. ഉത്തരം കണ്ടെത്തുക നോട്ടിലേക്ക് എല്ലാവരും പകർത്തി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് വൺ നോട്ട് എടുത്ത് വെച്ചോ. അതിന്റെ കൂടെ നോക്കി വായിച്ചു നോക്കിയേ. എഴുതിയോ എല്ലാവരും നോട്ട്? പൂച്ച വലയിൽ ചാടിയത് എപ്പോൾ? എപ്പോഴാണ്? എപ്പോഴാണ് അജിസലേ? എഴുതി കഴിഞ്ഞില്ല അല്ലെ? എഴുതിക്കോ. സെൽന എഴുതിയോ? സെൽന ഓക്കെ. ജോയലെല്ലാം അടങ്ങിയിരിക്കുന്നതാണെന്നല്ലോ. എഴുതിയാ? എഴുതിയിട്ടാണോ ഇരിക്കുന്നത്? ഓക്കെ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നാമത്തത്, പൂച്ച വലയിൽ ചാടിയത് എപ്പോൾ? എപ്പോഴാണ് ഏഞ്ചൽ റോസേ? ഇര തേടി നടക്കുമ്പോൾ. ഇര തേടി നടക്കുമ്പോൾ. എന്താണ് അതിന്റെ ആൻസർ? വനപ്രദേശത്ത് രാത്രിയിൽ ഇര തേടി നടക്കുമ്പോഴാണ് പൂച്ച വലയിൽ ചാടിയത്. അങ്ങനെയല്ലേ? നോട്ടിൽ എഴുതി വെക്കണേ. അതേപോലെ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി വെക്കണം ആൻസർ. പൂച്ച വനപ്രദേശത്ത് രാത്രിയിൽ ഇര തേടി നടക്കുമ്പോഴാണ് പൂച്ച വലയിൽ ചാടിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ? സെൽന ഒന്ന് വായിച്ചേ. സെൽന എലി വിരണ്ടു പോകാൻ കാരണം എന്ത്? എലി വിരണ്ടു പോകാൻ കാരണം എന്ത്? എന്താണ് കാരണം? പൂച്ചയെ കണ്ടതുകൊണ്ട്. നോട്ട് എഴുതിയെടുത്തത് നോട്ട് എഴുതി തന്ന എഴുതിയെടുത്തോ? എഴുതിയെടുത്തോ മോളെ? അലനെ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നേ? അലൻ മാത്യു അതിന്റെ ആൻസർ എങ്ങനെ തന്നേ? നിങ്ങൾ നോട്ട് എഴുതിയെടുത്തോ? എഴുതിയെടുത്തു എന്ന് പറഞ്ഞവരോട് എന്താണ്, എങ്ങനെ എഴുതിയത് അതിന്റെ ആൻസർ ഞാൻ എഴുതുന്നത്? വലയിൽ ചാടി വലഞ്ഞിരിക്കുന്ന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേലൻ. എലി വിരണ്ടു പോയ കാരണം എന്ത്? എലി വിരണ്ടു പോകാൻ കാരണം എന്ത്? എന്താണ് കാരണം? തന്റെ ശത്രുവായ പൂച്ചത്തടിയൻ അടുത്തു നിന്ന് കരയുന്നത് കേട്ടപ്പോഴാണ് എലി വിരണ്ടു പോയത്. അതല്ലേ ഇതിന്റെ ആൻസർ. തന്റെ ശത്രുവായ പൂച്ചത്തടിയൻ അടുത്തു നിന്ന് കരയുന്നത് കേട്ടപ്പോഴാണ് എലി വിരണ്ടു പോയത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ.
അടുത്ത ജോയൽ ഒന്ന് വായിച്ചേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പൂച്ച എലിയോട് പറഞ്ഞതെന്ത്? പൂച്ച എലിയോട് പറഞ്ഞതെന്ത്? എന്താണ് പറഞ്ഞത്? മിസ് എഴുത്തന്നെ നീ എഴുതിയെടുത്തു എന്നല്ലേ പറഞ്ഞത്? ഒന്ന് വായിച്ചേ നോട്ട് നോക്കിട്ട്. അതിന്റെ ആൻസർ നീ എഴുതിന്നല്ലേ പറഞ്ഞത് മിസ്സിനോട് ഇപ്പോ? പിന്നെ ഇങ്ങനെ കൈ കാണിച്ചത് എന്നോട് എഴുതിയോന്ന് ചോദിക്കുമ്പോ ഇന്ന് തന്നെ അത് നോട്ടിൽ എഴുതിയെടുത്തോണം. ഓക്കെ അല്ലേ? അർത്ഥം എഴുതണം, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിരിക്കണം ഇന്ന്. ഓക്കെ, എന്താണ് അതിന്റെ ആൻസർ? എന്താണ് പറഞ്ഞത് പൂച്ച എലിയോട്? എന്താ അജിസലേ പറഞ്ഞത് പൂച്ച എലിയോട്? അജിസല് പോയോ? അജിസല് പോയി അല്ലേ? ഇല്ല, ഇവിടെ ഉണ്ട്. പറഞ്ഞോ അജിസലേ, എന്താണ് പൂച്ച എലിയോട് എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പാഠം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ജെവിനെ പറഞ്ഞത്? ജെവിൻ എന്താണ് പൂച്ച എലിയോട് പറഞ്ഞത്? അജ്സലേ ഇത് ശരിയല്ലേ? ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്. എന്താ പറഞ്ഞത് ജെവിന്? പൂച്ച എലിയോട് പറഞ്ഞത് എന്ത്? എന്താ ലാസ്റ്റില് ആ ഒരു ഇതിലാ പറയുന്നത്? എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു മിനിറ്റ്, ഇവൻ പറയുന്നുണ്ട്. ജെവിൻ എന്താണ് ജെവിനെ പറഞ്ഞത് പൂച്ച എലിയോട്? ഞാൻ വലയിൽ ചാടി. അതന്നെ നീ ഉദ്ദേശിക്കുന്നതാണ്. എന്താണത്? ഞാൻ വലയിൽ ചാടി വലഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാൻ വലയിൽ ചാടി വലഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? വലയിൽ ചാടി വലഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞാൻ മരിക്കാറായിരിക്കുന്നു. ഞാൻ വലയിൽ ചാടി വലഞ്ഞിരിക്കുന്നു. ഞാൻ ക്ഷീണിച്ച് മരിക്കാറായിരിക്കുന്നു എന്നാണ് പൂച്ച എലിയോട് പറഞ്ഞത് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ക്ലാസ്സിൽ ഞാൻ എത്ര പ്രാവശ്യം പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ലേ ക്ലാസ്? അല്ലേ അജിസലേ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും 3ാം ക്ലാസ്സുകാർ ആൻസർ അന്ന് ആ സമയത്ത് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ. അപ്പൊ ഇപ്രാവശ്യത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. പൂച്ച ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, പൂച്ച വലയിൽ ചാടിയത് എപ്പോൾ? എപ്പോഴാണ്? വനപ്രദേശത്ത് രാത്രി ഇര തേടി നടക്കുമ്പോഴാണ് പൂച്ച വലയിൽ ചാടിയത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എലി വിരണ്ടു പോകാൻ കാരണമെന്ത്? തന്റെ ശത്രുവായ പൂച്ചത്തടിയൻ അടുത്ത് നിന്ന് കരയുന്നത് കേട്ടപ്പോഴാണ് എലി വിരണ്ടു പോയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂച്ച എലിയോട് പറഞ്ഞതെന്ത്? ഞാൻ വലയിൽ ചാടി വലഞ്ഞിരിക്കുന്നു, ക്ഷീണിച്ച് മരിക്കാറായിരിക്കുന്നു എന്നാണ് പൂച്ച എലിയോട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് 3 ക്വസ്റ്റ്യൻ ആൻസറിൽ ഉള്ളത്. ഇപ്പൊ മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ അടുത്ത വർക്ക് മൂന്നാമത്തത് അർത്ഥവ്യത്യാസം കണ്ടെത്തുകയാണ്. കണ്ടോ? അർത്ഥവ്യത്യാസം കണ്ടെത്തുക. അരിയായുള്ളൊരു പൂച്ചത്തടിയൻ, അരിയാണ് നമ്മുടെ മുഖ്യാഹാരം. 2 വാക്യങ്ങളിലെയും അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ വാക്യത്തിൽ അരി എന്ന പദത്തിന് ശത്രു എന്നാണ് അർത്ഥം. രണ്ടാമത്തെ വാക്യത്തിലോ? കണ്ടെത്തി 2 അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിൽ കുറിക്കുക അല്ലേ?
അപ്പൊ അരി ഒന്നാമത്തെ നമ്മൾ ഇതിൽ പഠിച്ചത് അരി, ശത്രു എന്നർത്ഥമാണ്. അപ്പൊ നിങ്ങൾ അതിനു മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാം, നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് എന്ത്? അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യ ആഹാരമാണ് അല്ലെ? നമ്മുടെ മുഖ്യ ആഹാരം എന്ത്? അരി വേവിച്ചിട്ടല്ലേ ചോറുണ്ടാക്കുന്നത്. അറിയോ മക്കളെ എല്ലാവർക്കും? അരി കേട്ടിട്ടുണ്ടോ? എന്തേ ഇന്നൊരു പ്രതികരണം ഇല്ലാത്ത ക്ലാസ്സിലെ കുട്ടികൾക്ക്? കേട്ടിട്ടുണ്ട്. ആ, ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠത്തിലുള്ള അർത്ഥം ശത്രു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അരിയല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. എന്താണ് അരി എന്ന് പറഞ്ഞാൽ അതും ആണ്. അപ്പൊ നാനാർത്ഥങ്ങൾ, രണ്ടർത്ഥങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് ശത്രു, ഒന്ന് നമ്മുടെ ഭക്ഷണം, മുഖ്യ ആഹാരം എന്ന അർത്ഥവും കൂടിയാണ്. അപ്പോ അല്ലെ, ചോറ് ഏത്? ഒന്ന് ഉമികളഞ്ഞ ധാന്യം എന്ന അർത്ഥമാണ് അല്ലെ? അടുത്തതോ? അപ്പൊ ചോറ്, നമ്മൾ ചോറുണ്ടാക്കുന്ന അതാണ്. അത് അരി മുഖ്യ ആഹാരം എന്ന അർത്ഥത്തില്. പിന്നെ അരിക്ക് ശത്രു എന്ന അർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പൊ എന്തൊക്കെയാണ് അരി എന്ന വാക്കിലുള്ള അർത്ഥങ്ങൾ? ഏതാണ്? ഒന്ന് നമ്മുടെ മുഖ്യ ആഹാരം അല്ലെങ്കിൽ ഉമികളഞ്ഞ ധാന്യം, പിന്നെ ശത്രു. അങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മുഖ്യ ആഹാരമാണ്, രണ്ട് ശത്രു എന്ന അർത്ഥവും കൂടി വരും. ഓക്കെ, നാലാമത്തെ എന്താണ് പറയുന്നത്? പ്രത്യേകത കണ്ടെത്തുക. ഓ, നോട്ടിലേക്ക് എഴുതണോ? നോട്ടിൽ എഴുതിക്കോ. അരിയുടെ നാനാർത്ഥങ്ങൾ എഴുതിയിട്ട് അരിന്ന് എഴുതിയിട്ട് എഴുതുക. ശത്രു, ആദ്യത്തെ അർത്ഥം ശത്രു, പിന്നെ നമ്മുടെ മുഖ്യ ആഹാരം. എഴുതാൻ അറിയോ? കളഞ്ഞ ധാന്യം, അത് എഴുതണമെന്നില്ല, നമ്മുടെ മുഖ്യ ആഹാരം എഴുതിയാലും മതി. അതാണ് നാനാർത്ഥം, രണ്ടർത്ഥങ്ങൾ വരുന്നത് അതാണ്. അതിന് ശത്രു എന്ന് എഴുതാൻ അറിയാലോ, നമ്മളെ പാഠത്തിലുള്ള അർത്ഥം. നമ്മുടെ മിസ്സേ, ഹെഡിങ് എന്താ എഴുതണ്ടേ? അത് എഴുതേണ്ടതാ നാനാർത്ഥം. അത് എഴുതരണോ? എഴുതരാ. അപ്പൊ മുകളിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടത്? നാനാർത്ഥം എഴുതുക. നാനാർത്ഥം എഴുതിയാൽ മതി. നാനാർത്ഥം എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ടോ അരിന് മുമ്പിൽ ഇവിടെ എഴുതണം. അരി, ഇതിവിടെ മിസ് എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അരിന്ന് എഴുതിയിട്ട് ഒരു വര ഇടുക, ഒരു ഹൈഫൺ ഇടുക. അരി, ചെറിയൊരു ഹൈഫൺ ഇടുക. എന്നിട്ട് എഴുതുക ശത്രു എന്ന് എഴുതിയിട്ട് കോമയിട്ട് നമ്മുടെ മുഖ്യാഹാരം എഴുതുക. ഒന്ന് ശത്രു, നമ്മുടെ പാഠത്തിലുള്ള അർത്ഥം. ശത്രു എന്നിട്ട് കോമ എഴുതുക. എന്നിട്ട് ഇത് എഴുതുക നമ്മുടെ മുഖ്യാഹാരം. അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി, ഇനി അത് മാറ്റണ്ട. അത് ഉമികളഞ്ഞ ധാന്യം എന്നൊക്കെ അർത്ഥം വരും. അതായത് ചോറുണ്ടാക്കുന്നത് അരി, നമ്മുടെ മുഖ്യാഹാരം. ഈ കോമ ഇട്ടതിന് ശേഷം ഇവിടെ ഇത് എഴുതുക. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടർത്ഥങ്ങൾ വരുന്നുണ്ട് എന്ന അർത്ഥം, അത്രയേ ഉള്ളൂ. നോട്ട്ബുക്കിൽ എഴുതണം. ആ, നോട്ട്ബുക്കിൽ എഴുതിക്കോ. നിങ്ങൾ അർത്ഥം കഴിഞ്ഞിട്ടുള്ളത് എഴുതിക്കോ. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥമല്ല എഴുതുന്നിടത്ത് തന്നെ എഴുതിക്കോ.
എഴുതിയോ? അപ്പൊ ഒരു പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകാം കേട്ടോ. അങ്ങനെയാണ് ഇത്. ഉമി കളഞ്ഞ ധാന്യം, നമ്മുടെ മുഖ്യ ആഹാരം, ഇതൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത എന്താണ്? അർത്ഥവ്യത്യാസം നമ്മൾ കണ്ടെത്തി അല്ലേ? അരി, ശത്രു എന്നുള്ളതും ആഹാരം എന്നുള്ളതും കണ്ടു. ഇനി നാലാമത്തത് പ്രത്യേകത കണ്ടെത്തുക എന്നാണ്. സരസതയോട് വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര, അല്ലേ? ആ 2 ലൈൻ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? 2 വരികളിലെയും രണ്ടാമത്തെ അക്ഷരം പ്രത്യേകമായി കാണിച്ചത് കണ്ടില്ലേ? ഇതുപോലെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്ന 2 വരികൾ കൂടി കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതുക. രണ്ടാമത്തെ അക്ഷരത്തെ വലയത്തിലാക്കുക. മനസ്സിലായോ? ഇപ്പൊ ഇതിലെന്താ നിങ്ങൾക്ക് രണ്ടാമത്തെ അക്ഷരത്തിന് എന്താ പ്രത്യേകത കാണുന്നു മക്കളെ? ഇത് എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. രണ്ടാമത്തെ അക്ഷരത്തിന് എന്താ പ്രത്യേകത കാണുന്നു നിങ്ങള്? ഒന്ന് പറഞ്ഞേ മക്കളെ, എന്താ ജൂലിയറ്റെ പ്രത്യേകത രണ്ടാമത്തെ അക്ഷരത്തിന്? വാക്കിലും മോളത്തെ വാക്കിലും രണ്ടാമത്തെ അക്ഷരത്തിൽ ഒരേ അക്ഷരമാണ് ഉള്ളത് അല്ലേ? സരസത രാവിലെ. ഓ കാണിക്കോ? ആ കാണിക്കാം. സരസത, നെക്സ്റ്റ് എന്താ? പരവശൻ അല്ലേ? രണ്ടിലും ഒരേ അക്ഷരങ്ങളാണ് കാണുന്നത്. ഓ ഫോണിന് ചാർജ് ഇല്ല ഒട്ടും. ഓ ചാർജ് എവിടെ പോയി മോനെ? തീർന്നു പോയോ? ഓക്കെ. അപ്പോ ഇതിലെന്താണ് നിങ്ങൾ പറയേണ്ടതെന്ന് മനസ്സിലായോ? അതിൽ 2 അക്ഷരം ഇതുപോലെ രണ്ടാമത് അക്ഷരം ഒരുപോലെ വരുന്ന 2 വരികൾ കൂടി കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ അക്ഷരത്തെ വലയത്തിലാക്കണം, ഒരുപോലെ വരുന്നത്. അപ്പൊ ഏതാണ് അതിലുള്ളത്? നമ്മളെ വരികളില് കുറെ എണ്ണം ഉണ്ടല്ലോ അതില്, അല്ലേ? നോക്കിയേ. കൊറേ വരികൾ വരുന്ന നിങ്ങളെ പദ്യം ചൊല്ലി നോക്കിയ മക്കളെ. അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്നു വിരണ്ടു. അവിടെ എന്താണ്? രായാണുള്ളത്. അതുപോലെ ഇതാണ്ടോ, പരവശനപ്പോൾ ഞാവും ഞാവൂ കരവൂതും ചെയ്ത് അവിടെ വലഞ്ഞു. അവിടെയും 2 രായുണ്ട്. അതെടുത്ത് എഴുതിക്കോ, നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ മതി കേട്ടോ. എന്ത്? പരവശനപ്പോൾ ഞാവും ഞാവും. കണ്ടോ നിങ്ങൾ? എത്രാമത്തെ ലൈനാ ഞാൻ ഇപ്പൊ പറഞ്ഞേ? അല്ലെങ്കിൽ തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. അതിലും രായാണ് വരുന്നത്. എന്നിട്ട് ആ 2 രായും കൂടെ ഒരു റൗണ്ടിലാക്കി ഇടണം. അത്രേ ഉള്ളൂ. താഴീന്ന് ആ ഏത്? ഒരു മാർജാരൻ. അതിലും കുഴപ്പമില്ല. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിൽ ഇരയും ഒരു രാ അതിൽ 2ലും ഉണ്ട്. അല്ലെങ്കിൽ തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. അടുത്തതെന്താ? പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്ത. എല്ലായിലും ഉണ്ട് രാ. കണ്ടോ നിങ്ങള്? എത്ര വരികളിലുണ്ട്? 2 ലൈനിലും ഒഴികെ എല്ലാ ലൈനിലും ഉണ്ട് ഇതുപോലെ. ലാസ്റ്റ് മാത്രം 2 ലൈൻ മാത്രമാണ് ലാ ഉള്ളത്, ബാക്കി എല്ലാം രായാണ്. അപ്പൊ ഏതെങ്കിലും 2 ലൈനും പിന്നെ ഒരു 2 ലൈനും കൂടെ നിങ്ങൾ എഴുതണം. 4 ലൈൻ അവിടെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം അല്ലേ? ഒരു 2 ലൈൻ എഴുതുക. പിന്നെ അതിന്റെ അടുത്ത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല 2 എണ്ണം. ഇത് 2 എഴുതിക്കോ. തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. ഒന്ന് എഴുതുക. പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു. എന്നിട്ട് എന്ത് എഴുതണം? ഈ 2 രായും കൂടെ കൂട്ടി ഒരു വട്ടം ഇടണം. മനസ്സിലായോ? എഴുതി വെക്കണം നോട്ടിലേക്ക്. ഓ മിസ് എഴുതി തരുമോ? ഞാനിത് എഴുതരണോ? ഇനി എഴുതരാം. എഴുതാം. ഞാൻ തരസാ ചെന്നൊരു നില വരിയാ എഴുതുന്നേ.
തരസ ചെന്നൊരു. തരസ ചെന്നൊരു തരസ ചെന്നൊരു വലയിൽ ചാടി. വലയിൽ ചാടി. മിസ്സിന് അവിടെ സ്ഥലമില്ലാത്തോണ്ടാണ് താഴെ എഴുതുന്നത്. വലയിൽ ചാടി. അടുത്ത ലൈൻ എഴുതുക. എന്ത്? കരവും കാലുമിളക്കാൻ മേല. മേല. ഇത് എഴുതുക. 2 ലൈൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഈ 2 രാ കണ്ടോ? രണ്ടാമത്തെ 2 സംഭവം ഒരുപോലെയാണ്. നിങ്ങളിപ്പോൾ അടുത്തടുത്തായിരിക്കും. എൻ്റെ ഇതിൻ്റെ ഇടയിൽ ചാടിന്ന് വന്നുകൊണ്ടാണ് സ്ഥലം. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ അടുത്തടുത്തല്ലേ നിങ്ങളിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വട്ടൂടാനാന്ന് മിസ് പറയുന്നത്. ഞാൻ ഇട്ട പോലെയല്ല, ഞാൻ കുറച്ച് ദൂരാണുള്ളത്. ഇത് രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ വട്ടൂടുക. മനസ്സിലായോ? ഇപ്പൊ 2 രാ അടുത്തടുത്താണെങ്കിൽ ഇങ്ങനെ വട്ടൂടാൻ പറ്റൂലേ? അങ്ങനെ. ഇത് രണ്ടും എന്നത് ദൂരായതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഇങ്ങനെ 2 ലൈനിലായി അടുത്തടുത്ത് വന്നിട്ടുണ്ടാവും രാ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ 2 ലൈനും കൂടെ അടുത്തടുത്ത് ഇങ്ങനെ വട്ടൂട്ട് വെക്കുക. മനസ്സിലായോ? ഓക്കെ. അതുപോലുള്ള ഒരു 2 ലൈനും കൂടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ പരവശനാണെങ്കിൽ പരവശൻ അപ്പോൾ ഞാവും ഞാവു കരവൂതും ചെയ്ത് അവിടെ വലഞ്ഞു നേറ്റ്. ആ 2 രാ കണ്ടോ? അത് താഴേന്ന് ഇങ്ങനെ വട്ടൂട്ട് വെക്കുക. മനസ്സിലായില്ലേ റിലു? ഓക്കെ, അതാണ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ. അത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ 2 ലൈനും കൂടെ എഴുതണേ. മിസ് ഒരു 2 ലൈനെ എഴുതുന്നിട്ടു ഒരു 2 ലൈനും കൂടെ നിങ്ങൾ എഴുതിയിട്ട് അതിന്റെ 2 രായും കൂടെ ഒന്നിച്ചിട്ട് വെക്കണം. ഇനി അടുത്ത എന്താണ് പറയുന്നത്? മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എടുത്തെഴുതുക. അല്ലേ? എന്താ പറയുന്നത്? പൂച്ചയ്ക്ക് പകരം മറ്റു മൃഗങ്ങളാണ് വലയിൽ പെട്ടതെന്ന് കരുതുക. അവ എങ്ങനെയാണ് സഹായം ആവശ്യപ്പെടുക? പൂച്ച എന്താ പറഞ്ഞത്? ഞാവൂ ഞാവൂ എന്നാണ് അല്ലേ? ഞാൻ വലയിൽ പെട്ട് വലഞ്ഞു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കോഴിയാണെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക മക്കളെ? പറഞ്ഞ വേഗം. കോഴിയാണെങ്കിൽ എന്ത് ചെയ്യും? കൊക്കരേക്കോ കൊക്കരേക്കോ എന്നാക്കൂ അല്ലേ? ആ, എന്നിട്ട് പറയും ഞാൻ വലയിൽ പെട്ട് വലഞ്ഞു, എന്നെ രക്ഷിക്കൂ എന്ന് പറയും. അപ്പൊ അതിന്റെ സൗണ്ടാണ് അവിടെ എഴുതി വെക്കേണ്ടത് അല്ലെ? എന്തെല്ലാം വർക്കുകളാ നമുക്ക്. അപ്പൊ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? നിങ്ങൾക്കറിയാലോ. കോഴി കൊക്കരേ കൊക്കരക്കോ കൊക്കരക്കോ എഴുതി വെച്ചോ.
കൊക്കരക്കോന്ന് എഴുതി വെക്ക്. അടെ എവിടെ? അടെ ഏഷിട്ടെടുത്ത് കോഴി കൊക്കരക്കോ. എന്നിട്ട് എന്ന് എഴുതണ്ട്? കൊക്കരക്കോ കൊക്കരക്കോ ഞാൻ വലയിൽ പെട്ട് വലഞ്ഞു, എന്നെ രക്ഷിക്കൂ. ആ ഡേഷ് കണ്ടോ? അവിടെയൊക്കെ എഴുതണേ. ആദ്യം കൊക്കരക്കോ കൊക്കരക്കോന്ന് എഴുതുക. എന്തൊക്കെയാണ്? കൊക്കരക്കോ, കൊക്കരക്കോ അങ്ങനല്ലേ കാര്യം ആ കോഴി? കൊക്കരക്കോന്ന് എഴുതിയിട്ടുണ്ട് മിസ് ഇവിടെ ഒന്ന്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് എഴുതുക? ഒന്നും കൂടി എഴുതണം. ആ 2 ഡേഷിലും കൊക്കരക്കോ കൊക്കരക്കോന്ന് എഴുതുക. എന്നിട്ടോ ഞാൻ അവിടെയുണ്ട്, വലയിൽ പെട്ട് വലഞ്ഞു എന്ന് നിങ്ങൾ എഴുതണം. എന്നിട്ടോ എന്നേന്ന് വരെ എഴുതണം. രക്ഷിക്കൂന്ന് അവിടെയുണ്ട്. കണ്ടോ? ഞാൻ അവിടെ ഉണ്ട്, അപ്പൊ വലയിൽപ്പെട്ട് വലഞ്ഞു എന്ന് എഴുതണം. എന്നെ രക്ഷിക്കൂന്ന് എഴുതണം. എന്നെ രക്ഷിക്കൂന്ന് എഴുതണ്ട, രക്ഷിക്കൂ അവിടെയുണ്ട്. എന്നേന്ന് വരെ എഴുതണം. അതുപോലെ ആട്, ആടിന്റെ സൗണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ച് തരാം. ആടിന്റെ സൗണ്ട് എങ്ങനെയാ? അതന്നെ. എഴുതുക, എന്നിട്ട് ഹേ എഴുതുക. എന്തെല്ലാനാ നമ്മള് കണ്ടുപിടിക്കണ്ടല്ലേ? ഇങ്ങനെയാ കാര്യോ അല്ലേ? അല്ലേ? അതായത് ഇത് 2 പ്രാവശ്യം എഴുതുക, എന്നിട്ട് അതേപോലെ എഴുതുക. അടുത്തത് നായ, ബൗ ബൗ അല്ലെ? നായ എങ്ങനെയാ? ബൗ 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 ബൗ. കരഞ്ഞാ മാത്രം പോരെ, അതിൽ എഴുതി വെക്കണേ. ബൗ ബൗ. അടുത്തതോ പശു എങ്ങനെയാ കാര്യവാ? ഭേന്നല്ലേ? മതി മതി എഴുത്. വല്ലാത്ത ബേകരയല്ല. ബേ. ഇങ്ങനെ 2 പ്രാവശ്യം എഴുതണേ മക്കളെ. ആ ഡേഷിൽ 2 ഇത് എഴുതുക. ഇപ്പൊ കൊക്കരക്കോ ആണെങ്കിൽ കൊക്കരക്കോ കൊക്കരക്കോ, ഞാൻ വലയിൽ പെട്ട് വലഞ്ഞു, എന്നെ രക്ഷിക്കൂ. ബാക്കി അതിലില്ലത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എഴുതണം. അതുപോലെ മെഹേ മെഹേ എന്ന് എഴുതുക. അതുപോലെ ബൗ ബൗ എഴുതുക. അതുപോലെ ബേ എന്ന് എഴുതുക. പശു ബേ എന്നും ശബ്ദം ഉണ്ടാക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. എഴുതിക്കോ. കഴിഞ്ഞോ? കഴിഞ്ഞോ മക്കളെ? എല്ലാരും വെറുതെ ഇരിക്കുന്നതാണ്. എഴുതി കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞവരും ഉണ്ട്, കഴിയാത്തവരും ഉണ്ട് അല്ലെ? എന്നാ കഴിഞ്ഞോ? എഴുതിക്കോ. വേഗം എഴുതി കേട്ടോ മക്കളെ. കഴിഞ്ഞോ? ഓക്കെ.
ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പറയാം അല്ലേ? യെസ്. ഓക്കെ.